ഇന്ന് നമ്മൾ ഓൾഡ് SCERTയിലെ സ്റ്റാൻഡേർഡ് 10th 4th ലെസൺ അകറ്റി നിർത്താം രോഗങ്ങളെ. അപ്പോൾ രോഗങ്ങളും ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾഡ് SCERTയിലെ ഈ ഒരു ക്ലാസ് ഒന്ന് നോക്കാം. അതായത് ഈ ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ആവർത്തിച്ച് ചോദിച്ചവയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമുക്ക് ബയോളജിയിൽ രോഗങ്ങളും രോഗകാരികളും അല്ലെങ്കിൽ രോഗങ്ങളും ആരോഗ്യ പരിപാലനവും എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ചാപ്റ്ററാണിത്. നല്ല പോയിന്റ്സ് ഉള്ള ചോദ്യസാധ്യതകൾ ഏറെയുള്ള ഒരു ലെസണാണ്. തീർച്ചയായിട്ടും ഇത് പഠിക്കണം. അകറ്റി നിർത്താം രോഗങ്ങളെ. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ന്യൂസ് പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടാണ്. എലിപ്പനിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് എന്താണ്, രോഗകാരികൾ പെരുകാനും പകരാനുമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് പ്രശ്നമാണ് അല്ലേ. അങ്ങനെ നിലനിൽക്കുമ്പോൾ വിവിധ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കും. രോഗകാരികൾ എന്ന് പറയുമ്പോൾ കൂടുതലും എന്താണ്, സൂക്ഷ്മജീവികളാണ്. ഇനി സൂക്ഷ്മജീവികളും രോഗങ്ങളും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനുഷ്യന് ഉപകാരികളായിട്ടുള്ള നിരവധി സൂക്ഷ്മജീവികൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ രോഗകാരികളും ഉണ്ട്. അപ്പോൾ രോഗകാരികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇതൊക്കെ എന്താണ്, രോഗകാരികളാണ് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെയാണ് രോഗങ്ങൾ പകരുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. രോഗിയായിട്ടുള്ള ഒരാളുമായിട്ടുള്ള സ്പർശനം, കോണ്ടാക്റ്റിൽ വരുമ്പോൾ, അതുപോലെ മലിനമായ ആഹാരവും ജലത്തിലൂടെയും രോഗങ്ങൾ പകരാം. തുമ്മൽ, ചുമ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പകരാം. അതുപോലെ അണുവിമുക്തമാക്കാത്ത സിറിഞ്ച് പോലുള്ള ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നത്, പിന്നെ വാഹകരായിട്ടുള്ള ജന്തുക്കൾ വഴി രോഗങ്ങൾ പകരാം. വസ്ത്രം അല്ലെ, രോഗിയായിട്ടുള്ള ഒരാളുടെ വസ്ത്രം യൂസ് ചെയ്യുന്ന വഴി മറ്റൊരാൾക്ക് അസുഖം പകരാം. പല രീതിയിൽ നമുക്ക് അസുഖങ്ങൾ പകരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ്, ഇതിൽ പല കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്താൽ ആ ഒരു പകർച്ച നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ എലിപ്പനിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്, പകർച്ചവ്യാധികളെ തടയാൻ ഏതെല്ലാം മാർഗങ്ങൾ കൈക്കൊള്ളാമെന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ പ്രളയ ബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനിയുടെ കാരണം, പകർച്ചാരീതി, പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനൊക്കെയാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ എലിപ്പനിയെ കുറിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. എലിപ്പനി PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എലിപ്പനി എന്താണ്, ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒരു പ്രോകാരിയോട്ടാണ് അല്ലേ. പ്രോകാരിയോട്ടാണ് ബാക്ടീരിയ. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാക്ടീരിയ പെരുകുന്നത്, ദ്വിവിഭജനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബാക്ടീരിയ പെരുകുന്നത്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാന്നുള്ളത് നമുക്കറിയാം. അത് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ദ്വിവിഭജനത്തിലൂടെ പെരുകുകയും അതുവഴി ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻസ് അല്ലെ വിഷവസ്തുക്കൾ നമ്മുടെ കോശങ്ങളിലേക്ക് പ്രവേശിച്ച് അത് നശിക്കുകയും അതുവഴി വീണ്ടും രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏത് ബാക്ടീരിയ ആണ്, കണ്ടോ, ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ആണ്. മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ ഈ ചണത്തിന്റെ ചെറിയ നൂല് പോലെ ഉണ്ട് അല്ലേ കാണാൻ. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്, എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ എന്നത് മറക്കണ്ട, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ രക്തലോമികളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് എന്താണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും ചവിട്ടരുതെന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ഈ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ, ശക്തമായിട്ടുള്ള പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാവുന്ന ചുവപ്പ് നിറം എന്നിവ മുഖ്യ ലക്ഷണങ്ങളാണ്. തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ പരിപൂർണമായിട്ടും ഭേദമാക്കാവുന്ന ഒരു രോഗം തന്നെയാണ് എലിപ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത്. അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും ചവിട്ടാതെയും അതുമായിട്ടുള്ള കോണ്ടാക്റ്റ് പരമാവധി ഒഴിവാക്കുകയും അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ചെയ്യുക. ഇനി ഇവിടെ നമുക്കൊരു ബോക്സ് വന്നിരിക്കുന്നത് എന്താ നോക്കിയേ, പ്രളയാനന്തരമുള്ള മുൻകരുതലുകൾ. അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്ത ശേഷം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നിരവധി നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതും ശരിയായ അളവിൽ ക്ലോറിൻ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച കുടിവെള്ളം ഉപയോഗിക്കുന്നതും ജലജന്യ രോഗങ്ങളെ തടയും.
വെള്ളക്കെട്ടുകളിലും മറ്റും കൊതുകുകൾ പെരുകാനിടയുള്ളതിനാൽ കൊതുക് നശീകരണത്തിന് ഉചിതമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. എലിപ്പനി പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വാഹക ജീവികളെ അകറ്റുകയും പ്രതിരോധ മരുന്നുകൾ വിദഗ്ധരുടെ നിർദ്ദേശാനുസരണം കഴിക്കുകയും വേണം. രോഗമുള്ളവർ രോഗസ്ഥിരീകരണത്തിന് ആവശ്യമായ പരിശോധനകൾക്ക് വിധേയരാവുകയും മരുന്നുകൾ കഴിക്കുകയും വേണം. സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ താമസിക്കുന്നവർ നിർദ്ദേശാനുസരണം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ തരത്തിൽ പെരുമാറുകയും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തുകയും വേണമെന്നൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റ് ചില ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ച് നോക്കാം. അപ്പോൾ എലിപ്പനി ഓൾറെഡി ഒരു ബാക്ടീരിയ രോഗമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എലിപ്പനി കൂടാതെ മറ്റ് ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ച് കൂടി നമുക്ക് പഠിക്കാനായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള് എന്നുകൂടി അറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ. ഓക്കെ, തൊണ്ടമുള്ള് എന്നുകൂടി പേരുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കാട്ടോ, തൊണ്ടമുള്ള്. ഇനി ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്കും നേരിട്ട് പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള്. ഓക്കെ, അപ്പൊ ഡിഫ്തീരിയ എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. ചുമ വഴിയോ തുമ്മൽ വഴിയോ ഒക്കെ രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന ഒരു ഡിസീസാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള് എന്ന് പറയുന്നത്. ഇനി ഇവിടെ മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. അപ്പോൾ ഡിഫ്തീരിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്? നോക്കിക്കേ, കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ഡിഫ്തീരിയയുടെ രോഗകാരി. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ കാരണം നമുക്ക് പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവയൊക്കെ ഉണ്ടാകാം. ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മ ആവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവയൊക്കെ തകരാറിലാവുകയും ചെയ്യും. അപ്പോൾ ഡിഫ്തീരിയ അല്ലെ തൊണ്ടമുള്ള എന്ന് പറയുന്നത് ആദ്യം എഫക്ട് ചെയ്യുന്നത് എവിടെയാണ്? തൊണ്ട അല്ലെങ്കിൽ മൂക്ക് എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെയാണ് ഏറ്റവും ആദ്യം അത് എഫക്ട് ചെയ്യുന്നത്. അത് കോസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. അപ്പൊ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ നമുക്ക് ആദ്യം സിംറ്റംസ് ആയിട്ട് വരുന്നത് എങ്ങനെയാ വരിക? പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവയൊക്കെയാണ് കാണപ്പെടുക. ഓക്കെ, എന്നിട്ട് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻ എന്താ ചെയ്യുന്നത്? ഈ ടോക്സിന് നമ്മുടെ ശ്ലേഷ്മ ആവരണം നശിപ്പിക്കും. അപ്പോൾ അവിടുത്തെ കോശങ്ങളൊക്കെ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണമായിട്ട് മാറും. ഇത് PSCയുടെ ഒരു PYQ ആണ് കേട്ടോ. കട്ടിയുള്ള ചാരനിറത്തിലുള്ള ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് ഇത് ഏത് അസുഖമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ക്രമേണ അത് മസ്തിഷ്കത്തെയും ഹൃദയത്തെയും വൃക്കയും ഒക്കെ തകരാറിലാക്കുകയും ചെയ്യും. ഇതിനൊക്കെ മെഡിസിൻസ് ഉണ്ട്. എങ്ങനെയാണ്? ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആന്റി ടോക്സിനുകൾ രോഗബാധ ഏൽക്കാതെ കോശങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്ന് ഉപയോഗിച്ച് രോഗിയെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് രോഗമാണെങ്കിലും അത് മൂർച്ഛിക്കുന്നതിന് മുന്നേ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാനായിട്ട് പറ്റും. അതിനാൽ ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം വാക്സിനുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഡിഫ്തീരിയ ബാക്ടീരിയ രൂപപ്പെടുത്തുന്ന തൊണ്ടയിലെ ഒരു ആവരണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഓക്കെ, അപ്പോൾ ഡിഫ്തീരിയയെ കുറിച്ച് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ബാക്ടീരിയ രോഗമാണ്, തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നുണ്ട്. ചുമ, തുമ്മൽ എന്നിവയിലൂടെയൊക്കെ മറ്റൊരാളിലേക്ക് പകരാം. കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയ ആണ് ഇത് കോസ് ചെയ്യുന്നത്. ആദ്യം എഫക്ട് ചെയ്യുന്നത് എവിടെയാണ്? കഴുത്തിലെ ലിംഫ് ഗ്രന്ഥിയിൽ, അതുപോലെ തന്നെ തൊണ്ടയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് എഫക്ട് ചെയ്യുന്നത്. അത് തൊണ്ടയിലെ ഒക്കെ ശ്ലേഷ്മ സ്ഥലത്തെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ 2-3 ദിവസങ്ങൾക്ക് ശേഷം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം നമ്മുടെ തൊണ്ടയിലൊക്കെ ഉണ്ടാവുകയും ക്രമേണ അത് മറ്റ് അവയവങ്ങളെയൊക്കെ ബാധിക്കുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് ക്ഷയം. അപ്പോൾ ക്ഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കിയേ. എന്തൊക്കെയാണ് ക്ഷയത്തിന്റെ രോഗകാരി? PSC ചോദിച്ചിട്ടുള്ളതാണ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയം അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏതാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. മുഖ്യ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ, ഇതൊക്കെ ക്ഷയത്തിന്റെ സിംറ്റംസ് ആണ്. ഈ രോഗപകർച്ച എന്ന് പറയുമ്പോൾ രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്ക് മറ്റുള്ളവരിലേക്കൊക്കെ വ്യാപിച്ച് രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. ഇത് എവിടെ ബാധിക്കുന്ന, ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തെയാണ് ക്ഷയം മുഖ്യമായിട്ടും ബാധിക്കുന്നത്. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയെയും ഈ രോഗം ബാധിക്കാറുണ്ട്. ചികിത്സയുണ്ടോ? ഉണ്ട് അല്ലേ. ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ്. അപ്പൊ വാക്സിൻ എന്ന് പറയുമ്പോൾ ഏതാണ്? BCG വാക്സിൻ ആണ്. BCG വാക്സിൻ ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ആണ് BCG വാക്സിൻ എന്ന് പറയുന്നത് ആണല്ലോ. ഓക്കെ,
അപ്പോൾ അത് PYQ ആണ് കേട്ടോ. BCG എന്നുള്ളത് PYQ ആണ്. ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ ഏതാന്നുള്ള ചോദ്യം, അതുപോലെ രോഗകാരി ഏതാന്നുള്ള ചോദ്യം, അത് ബാധിക്കുന്ന അവയവം ഏതാണ്, ഇതൊക്കെ PYQs ആണ്, ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി നമുക്ക് വൈറസ് രോഗങ്ങളെ കുറിച്ച് നോക്കാം. വൈറസ് രോഗങ്ങൾ. അപ്പോൾ ഈ ബാക്ടീരിയ രോഗങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും തന്നിട്ടുള്ളൂ. എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം മാത്രമേ തന്നിട്ടുള്ളൂ. ഇതുകൂടാതെ ഒട്ടനവധി ബാക്ടീരിയ രോഗങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ആദ്യം ചർച്ച ചെയ്ത് പോകുന്നത്. പിന്നീടുള്ള ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പോൾ വൈറസ് രോഗങ്ങളെ കുറിച്ച് നോക്കാം. ഇനി വൈറസ് രോഗങ്ങൾ. ഇപ്പോൾ വൈറസ് രോഗം എന്ന് പറയുമ്പം ഭീതി ഉയർത്തി നിപ്പ പടരുന്നു, നിപ്പ വൈറസിനെ മരുന്നെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് വാർത്തകൾ തന്നിട്ടുണ്ട്. അതിനു മുമ്പ് എന്താണ് വൈറസ് എന്ന് പരിചയപ്പെട്ടു വരാം. വൈറസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ആവരണം. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA, പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘു ഘടനയാണ് ആർക്കുള്ളത്? വൈറസിനുള്ളത്. എന്താ പറഞ്ഞത്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘു ഘടനയാണ് വൈറസിനുള്ളത്. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങളൊന്നും എവിടെ ഇല്ല? ഈ വൈറസുകളിൽ ഇല്ല. ഇവരുടെ പ്രത്യേകത എന്താണ്? ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കുമെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇത് സ്റ്റേറ്റ്മെന്റ് ആയി ചോദിച്ച ചോദ്യമാണ്. നമുക്ക് ഈ ബോക്സിൽ തന്നിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെന്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് വെച്ചിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ് ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള ഒരു ലഘു ഘടനയാണ് ആർക്കുള്ളത്? വൈറസുകൾക്കുള്ളത്. നമ്മുടെ മറ്റുള്ള കോശങ്ങളിലെ പോലെ എന്തില്ല? കോശാംഗങ്ങളൊന്നും ആർക്കില്ല? ഈ ഒരു വൈറസിൻ്റെ ഉള്ളിൽ ഇല്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വൈറസുകൾ പെരുകുന്നത്. മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും എന്ത് ചെയ്യുന്നുണ്ട്? വൈറസുകൾ ബാധിക്കാറുണ്ട്. ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഇമേജ് ആണ്. കണ്ടോ എങ്ങനെയാണ് നിപ്പയും അതുപോലെയുള്ള രോഗങ്ങളൊക്കെ പകരുന്നതെന്നുള്ളതാണ് കേട്ടോ. നിപ്പ വൈറസും രോഗപകർച്ചയും. അപ്പോൾ ഇവിടെ നോക്കിയേ, നിപ്പ വൈറസിന്റെ വാഹകര്. നിപ്പ വൈറസിന്റെ വാഹകരായിട്ടുള്ള പഴം തീനി വവ്വാലുകൾ എന്ന് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അല്ലേ? പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ. അപ്പോൾ ഈ വവ്വാലുകൾ എന്ത് ചെയ്യും? ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള അവശിഷ്ടം, ഇവിടെ ഈ പപ്പായ കണ്ടോ, അത് കഴിച്ചതിന് ബാക്കിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പപ്പായ പിന്നീട് പന്നികളൊക്കെ കഴിക്കുകയെന്ന് വെച്ചോളൂ. അപ്പോൾ പന്നികളിലേക്ക് എന്ത് വരാം? ഈ രോഗം വരാം. ഈ വവ്വാല് കഴിച്ചതിൻ്റെ ബാക്കിയായിട്ടുള്ള പഴം ആര് ചെയ്തു? മനുഷ്യർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങോട്ടും രോഗം പകരാം. എങ്ങനെയാണ്? വവ്വാലിൻ്റെ ഉമിനീരിലൂടെയും മൂത്രത്തിലൂടെയും ഒക്കെയാണ് ഈ രോഗങ്ങൾ പകരുന്നത്, ഈ വൈറസ് പകരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ആ വൈറസ് മനുഷ്യരിലേക്കും പന്നികളിലേക്കും ഒക്കെ എത്തും. പന്നിയെ വീണ്ടും മനുഷ്യൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? രോഗത്തിന് കാരണമാകും. അപ്പം നിപ്പ വൈറസിന് കാരണമായിട്ടുള്ള അല്ലെ വാഹകരായിട്ടുള്ള ജീവിയാണ് ആര്? പഴം തീനി വവ്വാലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, വവ്വാലുകൾ മാത്രമല്ല, വവ്വാല് കഴിച്ച ഭക്ഷണം കഴിക്കുന്ന പന്നിയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു രോഗം ക്യാരി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കാം. എയ്ഡ്സിനെ കുറിച്ച് നോക്കാം. ഇതൊക്കെ PYQs ആണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ PYQസിന്റെ ഒരു കലവറയാണ്. ഇനിയും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എയ്ഡ്സ് അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം, ലോകത്തെ ഭീതിയിലാഴ്ത്തിയ രോഗമാണ് എയ്ഡ്സ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായിട്ടുള്ള HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പെരുകുന്നു. തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത്. എയ്ഡ്സിന്റെ ഫുൾ ഫോം ആണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസാണ് HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ, അപ്പോൾ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുന്ന വൈറസാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യും? അവിടെ ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയും. ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ രോഗപ്രതിരോധ ശേഷി ഓട്ടോമാറ്റിക്കായിട്ട് തകരാറിലാകും. അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമുക്ക് വിവിധ തരം രോഗങ്ങൾ പിടിപെടും. ഈ ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്? എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എയ്ഡ്സിന്റെ ആ ഒരു വൈറസിന്റെ ഇമേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്
ഈ എയ്ഡ്സ് തന്നെ പകരുന്ന വിധങ്ങൾ എന്തൊക്കെയാണ്? HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ പകരാം. HIV ബാധിതയായിട്ടുള്ള അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് പകരുന്നുണ്ട്. HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെയും എയ്ഡ്സ് പകരാം. HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെയും എയ്ഡ്സ് പകരാം. ഓക്കെ, അപ്പൊ എയ്ഡ്സ് പകരുന്ന 4 രീതികളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെ എയ്ഡ്സ് പകരില്ല എന്നുള്ളതാണ്. സ്പർശനം, ഹസ്തദാനം, ചുമ, തുമ്മൽ എന്നിവയിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല, എയ്ഡ്സ് പകരില്ല. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളൊന്നും എയ്ഡ്സ് പകർത്തില്ല. അതുപോലെ ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കിടുക, അങ്ങനെ ചെയ്യുമ്പോഴൊന്നും എയ്ഡ്സ് പകരില്ല എന്നുള്ളതാണ്. ഒരേ ശൗചാലയം ഉപയോഗിച്ചാലും എയ്ഡ്സ് പകരാനുള്ള സാധ്യതകളില്ല. ഒരേ കുളത്തിൽ കുളിക്കുന്ന വഴിയും എന്ത് ചെയ്യുന്നില്ല, എയ്ഡ്സ് പകരുന്നില്ല. പകരുന്ന 4 കാര്യങ്ങളും പകരാത്ത സാഹചര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ പകരുന്നത് ഏത് രീതിയിലൂടെയൊക്കെയാന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഒന്നുകൂടി നോക്കാം. HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ HIV ബാധിതയായിട്ടുള്ള അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് പകരാം. HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ പകരാം. HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെയും എന്താണ്, എയ്ഡ്സ് പകരാനുള്ള സാധ്യതയുണ്ട്. ഇനി പഠിക്കേണ്ടത് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, വൈറസുകൾ മൂലവും എന്ത് ചെയ്യുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുമ്പോൾ കരളിനുണ്ടാവുന്ന വീക്കമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടയുന്നത് വഴി പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ കൂടും. കരളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന്റെ പിത്താശയത്തിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടസ്സപ്പെടുന്ന വഴി പിത്തരസത്തിലെ ബിലിറൂബിൻ, അപ്പൊ പിത്തരസത്തിലെ വർണ്ണവസ്തു ഏത്, ബിലിറൂബിൻ ആണ്. അപ്പൊ ഈ വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ കൂടും. അപ്പോൾ അത് ശ്ലേഷ്മ സ്തരത്തിലും അതുപോലെ കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും ഒക്കെ എന്ത് ചെയ്യും, കളർ ചേഞ്ച് ഉണ്ടാക്കും. എന്ത് കളറാ, മഞ്ഞ കളർ അല്ലെ. അപ്പൊ അങ്ങനെ ഈ ഒരു ബിലിറൂബിന്റെ ക്വാണ്ടിറ്റി നമ്മുടെ ബ്ലഡിൽ കൂടുന്നതിനനുസരിച്ച് ശ്ലേഷ്മ സ്തരത്തിലും കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണ് രോഗത്തിന്റെ ബാഹ്യ ലക്ഷണം. മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുകയും ചെയ്യും. HIV പകരുന്ന അതേ സാഹചര്യങ്ങളിലൂടെ ചിലയിനം ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളും പകരും. പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കേട്ടോ. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, പുറമേ നമുക്കൊരു യെല്ലോ കളർ കാണാനായിട്ട് സാധിക്കും അല്ലേ, കണ്ണില് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് യെല്ലോ കളർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ മലിനമായിട്ടുള്ള ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയൊക്കെ ഈ ഒരു രോഗം ബാധിക്കും. HIV പകരുന്ന അതേ സാഹചര്യങ്ങളിലൂടെ തന്നെ ചില ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളും പകരുന്നുണ്ട്. ഇനി വൈറസ് മൂലം അല്ലാതെയും എന്ത് ചെയ്യുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാവുന്നുണ്ട്. ഇനി കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയും എന്താണ്, വൈറസ് രോഗങ്ങളാണ്. കൊതുകാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ വാഹകരെന്ന് പറയുന്നത്. കൊതുകുകൾ വഴിയാണ് ഈ രോഗങ്ങൾ പകരുന്നത്. അപ്പൊ ഇത്തരം രോഗങ്ങൾ പകരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, കൊതുക് ഉണ്ടാവില്ല, കൊതുക് പെരുകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈ ഡേ ആചരിക്കണം എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യത്തിൽ, അതായത് വൈറസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഡെങ്കിപ്പനിയെ കുറിച്ചും ചിക്കൻ ഗുനിയെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ അല്ലെ. പിന്നെ ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ്, എയ്ഡ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വൈറസ് രോഗങ്ങളിൽ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചും എയ്ഡ്സിനെ കുറിച്ചുമാണ് കേട്ടോ. അതുകൂടാതെ തന്നെ എന്താണ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, പിന്നെ എന്താ പറയുക, ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളൊക്കെ എന്താണ്, വൈറസ് രോഗങ്ങളാണ്. അപ്പോൾ വൈറസ് മൂലം അല്ലാതെയും എന്തുണ്ടാവാം, ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം. ഇനി അടുത്തത് ഫംഗസ് ആണ്. ഓക്കെ, അപ്പോൾ ഫംഗസ് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസ് എന്ന് പറയുന്നത്. ഫംഗസുകൾ. ചില ഫംഗസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രോഗകാരികളാണ്. ചില ഫംഗസുകൾ രോഗകാരികളാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം. അപ്പം മനുഷ്യനെ ബാധിക്കുന്ന ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് അവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്, വട്ടച്ചൊറി, അതുപോലെ അത്ലറ്റ്സ് ഫൂട്ട്, ഇത് രണ്ടും മനുഷ്യനെ ബാധിക്കുന്ന ഫംഗസ് രോഗങ്ങളാണ്. ഇതിൽ ഈ ഫംഗസ് രോഗമായിട്ടുള്ള അത്ലറ്റ്സ് ഫൂട്ടിന്റെ ഒക്കെ ചോദ്യങ്ങളൊക്കെ മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് PSC. അപ്പോൾ ചില ഇനം ഫംഗസുകൾ ത്വക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വേം ഡിസീസ് എന്ന് പറയുന്നത്. വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളാണ് രോഗം പ്രത്യക്ഷമാകുന്നത്. ഓക്കെ, വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളോടെയാണ് ഈ ഒരു വട്ടച്ചൊറി എന്ന് പറയുന്ന രോഗം പ്രകടമാകുന്നത്. സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത്.
കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട്. PYQ ആണ് കേട്ടോ. ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ രോഗലക്ഷണം. മലിനജലവും മണ്ണുമായിട്ടുള്ള സമ്പർക്കം വഴി കാൽവിരലുകൾക്കിടയിലൂടെയാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നത്. ഇവിടെ ഫംഗസ് രോഗങ്ങളായിട്ട് ഒരുപാട് തന്നിട്ടില്ല. എന്തൊക്കെയാണ്? ഈ വട്ടച്ചൊറിയും അതുപോലെ അത്ലറ്റ്സ് ഫൂട്ടും ആണ് തന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു രോഗം തന്നിട്ടുള്ളത് താരനാണ്. താരൻ. ഓക്കെ, അതും എന്താണ്? ഫംഗസ് കാരണം വരുന്ന ഒരു ഡിസീസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ മൃതകോശങ്ങൾ പൊഴിയുന്നതനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? കോശ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് ശരീര വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ എന്താണ് നമ്മുടെ ത്വക്കിലൊക്കെ എന്തെങ്കിലും മുറിവുകളൊക്കെ വരുമ്പോൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ ആ സെൽസ് ഒക്കെ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ മൃദുകോശങ്ങളൊക്കെ പൊഴിയുന്നതനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ എന്ത് ചെയ്യും? ഇങ്ങനെ ശൽക്കങ്ങളായിട്ട് മാറും. ഈ ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്? താരൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിൽ ത്വക്കിനെ ബാധിക്കുന്ന ചിലയിനം ഫംഗസുകൾ അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ചൊറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവിടെ അണുബാധയും ഉണ്ടാകാം. ശൽക്കങ്ങൾ വെളുത്ത പൊടികളായി ഇളകി വീഴുകയും അത് മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ താരൻ, അതുപോലെ വട്ടച്ചൊറി, അത്ലറ്റ്സ് ഫൂട്ട് ഇവയൊക്കെ എന്താണ്? ഫംഗസ് രോഗങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടോസോവൻ രോഗങ്ങളെ കുറിച്ചാണ്. പ്രോട്ടോസോവ രോഗങ്ങൾ ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവ. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവ. അപ്പോൾ പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് മലമ്പനി. PYQ ആണ് കേട്ടോ, മലമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മലമ്പനി രോഗബാധയെ കുറിച്ച് നോക്കാം. ഇവിടെ കണ്ടോ, മലമ്പനിയുടെ രോഗകാരി ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. പ്ലാസ്മോഡിയം. മലമ്പനി ഒരു പ്രോട്ടോസോവൻ രോഗമാണ്. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് ഇതിന് കാരണമായിട്ടുള്ളത്. വാഹകര് അനോഫിലസ് പെൺകൊതുക്. PYQ ആണ്. ഓക്കെ, അനോഫിലസ് പെൺകൊതുകാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടോസോവൻ രോഗമായിട്ടുള്ള മലമ്പനി പരത്തുന്നത്. ആതിഥേയ ജീവി മനുഷ്യനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. സാംക്രമിക രോഗങ്ങൾ നിയന്ത്രണാതീതമാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. സാംക്രമിക രോഗങ്ങൾ തടയണമെങ്കിൽ രോഗകാരികളും വാഹകരും പെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയേ തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിസരം മലിനമാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലെ. ഇനി ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പകരാത്ത രോഗങ്ങൾ. ഓക്കെ, ഇത്ര നേരം നമ്മൾ പകരുന്ന രോഗങ്ങളെ കുറിച്ചും പകർത്തുന്ന ആരാണെന്നുള്ള രീതിയിലൊക്കെയാണ് പഠിച്ചത്. ഇനി പകരാത്ത രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഈ ഗണത്തിൽ വരും. തൊഴിൽജന്യ രോഗങ്ങൾ, ജനിതകപരമായിട്ടുള്ള രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങളൊക്കെ നമുക്ക് പകരാത്ത രോഗങ്ങൾ എന്ന ഗണത്തിൽ പെടുത്താം. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് ജനിതക രോഗങ്ങളെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. ജനിതക രോഗങ്ങൾ നോക്കിയേ, കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറ് കാരണമാണ് ജനിതക രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഇതൊക്കെ എന്താണ്? ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ ഹീമോഫീലിയയെ കുറിച്ച് പഠിക്കാം. ഹീമോഫീലിയ ഡേ എന്നാണ്? ഹീമോഫീലിയ ഡേ ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുള്ളതാ. ഏപ്രിൽ 17 ആണ് ഹീമോഫീലിയ ഡേ. റോയൽ ഡിസീസ് അല്ലെങ്കിൽ ക്രിസ്മസ് ഡിസീസ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. രക്തം കട്ടപിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ്. ഇത്തരം പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഹീമോഫീലിയ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നോക്കിയേ, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഇതൊരു ജനിതക രോഗമായതിനാൽ പരിപൂർണ ചികിത്സ നിലവിലില്ല. ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ ഏതാണെന്ന് കണ്ടെത്തുക, എന്നിട്ട് അത് കുത്തിവെക്കുക. അതാണ് ഈ രോഗത്തിനുള്ള താൽക്കാലിക ശമനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗം എന്താണ്? ഒരു ജനിതക രോഗമാണ്. ഏപ്രിൽ 17 ഹീമോഫീലിയ ഡേ നമ്മൾ പറഞ്ഞു അല്ലെ. റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നു, രാജകീയ രോഗം എന്നറിയപ്പെടുന്നു, ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നു. അപ്പൊ എന്താണ്? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തനഷ്ടം ഉണ്ടാവുകയാണ്. രക്തം കട്ട പിടിക്കുന്ന ആ ഒരു അവസ്ഥയില്ല. എന്താണ്? ചെറിയ മുറിവുണ്ടായാൽ പോലും അമിതമായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവുകയാണ്. അപ്പൊ അതാണ് ആ ഒരു അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതൊരു ജനിതക രോഗമാണ്. അതുകൊണ്ട് തന്നെ പരിപൂർണ ചികിത്സ നിലവിലില്ല എന്നാണ് പറയുന്നത്. ഉൽപാദനം തകരാറിലായിട്ടുള്ള പ്രോട്ടീൻ ഏതാണോ അത് കുത്തിവെക്കുക. അതാണ് താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം ലഭിക്കാനായിട്ട്. ഇനി
പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമായ ഇത്തരം രോഗികൾക്കായി ചില സാമൂഹിക സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഹീമോഫീലിയ രോഗികളെ കണ്ടെത്തി പരിചരിക്കാനും ബന്ധുക്കളെ പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കാനും ഇത്തരം സന്നദ്ധ സംഘങ്ങൾ മുൻകൈ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതാണ് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം. വയനാട്ടിലെ ആദിവാസികൾക്കിടയിലൊക്കെയുള്ള ഒരു രോഗമായിരുന്നു എന്ത്, അരിവാൾ രോഗം എന്ന് പറയുന്നത്. ഇപ്പൊ അതിനൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബജറ്റ് അനുസരിച്ച് ഈ സിക്കിൾ സെൽ അനീമിയ എനിക്ക് ഒന്ന് 2030 കൂടിയിട്ടാണ് വാഷ് ഔട്ട് ചെയ്യാനുള്ള കുറെ പ്രോജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകമായിട്ടുള്ള അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുത്താം. എന്താണ് പറഞ്ഞത്? ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകമായിട്ടുള്ള അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുത്താം. തൽഫലമായി ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ആർ ബി സിയുടെ സ്ട്രക്ചറെ അങ്ങോട്ട് മാറിയിട്ട് കണ്ടോ, ഇങ്ങനെ അരിവാൾ പോലെ വളഞ്ഞു വരും, കണ്ടല്ലോ. അപ്പോൾ അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു. അവ ഈ ഒരു രൂപത്തിലേക്ക് അരിവാൾ പോലെ വളഞ്ഞു വരുവേ. അപ്പൊ അതുകൊണ്ടാണ് ഈ രോഗത്തിന് എന്ത് പേര് വന്നത്? സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന് പേര് വന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവയ്ക്ക് ഓക്സിജൻ സംവഹന ശേഷി കുറയും. അത് നമ്മുടെ മറ്റു പല ഡിസീസിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. ഓക്കെ, അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുന്നു. അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇനി അടുത്ത നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ക്യാൻസറിനെ കുറിച്ചാണ്. ക്യാൻസർ എന്താണ്? അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടുകൂടിയാണ് സാധാരണ കോശങ്ങൾ എന്ത് ചെയ്യുന്നത്? ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത്. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറാകുന്നതോട് കൂടിയിട്ടാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത്. പരിസ്ഥിതി ഘടകങ്ങൾ, പുകവലി, വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ എന്നിവയൊക്കെ ക്യാൻസറിന് കാരണമാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഈ ഘടകങ്ങൾ എന്തൊക്കെയാണ്? പരിസ്ഥിതി ഘടകങ്ങളാകാം, പുകവലി, വികിരണം, വൈറസ്, അതുപോലെ പാരമ്പര്യ ഘടകങ്ങളെല്ലാം എന്താണ്? ക്യാൻസറിന് കാരണമാണ്. രക്തം, ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ ക്യാൻസർ കോശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് രോഗാവസ്ഥ സങ്കീർണമായേക്കാം. ഓക്കെ, ഇനി ശസ്ത്രക്രിയ, രാസചികിത്സ, വികിരണ ചികിത്സ എന്നിവയെല്ലാം ഇന്ന് ക്യാൻസർ ചികിത്സയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ രോഗമുക്തി പ്രയാസകരമായതിനാൽ ഏറ്റവും നേരത്തെ രോഗബാധ തിരിച്ചറിയുക എന്നതാണ് ക്യാൻസർ ചികിത്സയിൽ നിർണായകമായിട്ടുള്ള കാര്യം. ഇനി ഇവിടെ നമുക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, നോക്കാം. ക്യാൻസറും കേരളവും. 50,000-ൽ പരം പുതിയ ക്യാൻസർ രോഗികൾ പ്രതിവർഷം കേരളത്തിലുണ്ടാകുന്നു എന്നും 20% ക്യാൻസറുകൾ ചില ആഹാര ഘടകങ്ങൾ മൂലമാണെന്നും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പുരുഷന്മാരിൽ 50% ക്യാൻസറുകളും വായ, തൊണ്ട, ശ്വാസകോശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുകവലിയും മദ്യപാനവുമാണ് ഇതിന് പ്രധാന കാരണമായി കണ്ടെത്തിയിട്ടുള്ളത്. രോഗികളുടെ നിരക്ക് കൂടുന്നുണ്ടെങ്കിലും രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. ക്യാൻസർ ജനിതക രോഗമാണ് എങ്കിലും പാരമ്പര്യ രോഗമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. ഇനി നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? അനാരോഗ്യകരമായിട്ടുള്ള ജീവിത രീതി കാരണം ഉണ്ടാവുന്ന രോഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും കാരണം? ഭക്ഷണശീലത്തിൽ വന്ന മാറ്റം, അതുപോലെ എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥ, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കാരണമാണ്. ഇവിടെ തന്നിട്ടുള്ള ബോക്സ് നോക്കിക്കോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പ്രമേഹം എന്ന് പറയുമ്പോൾ ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമാണ്. ഇനി ഫാറ്റി ലിവർ, ഇതൊക്കെ UPSC ചോദ്യമാണ് കേട്ടോ. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാക്കുന്നു. പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്താണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് അല്ലെങ്കിൽ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നതൊക്കെ സ്ട്രോക്കിലേക്ക് നയിക്കും. ഹൃദയാഘാതമാണെങ്കിലോ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുമ്പോൾ ഹൃദയാഘാതം ഉണ്ടാവും. പക്ഷാഘാതമാണെങ്കിൽ എന്താണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതാണ് പക്ഷാഘാതം. അതെന്ന് പറയുമ്പോഴോ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാവുന്നത്. ഇനി അമിത രക്തസമ്മർദ്ദം അല്ലെ BP എന്ന് പറയുമ്പോൾ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുമ്പോഴാണ് അല്ലെ BP ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ഇനിയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് പറയുന്നത്, പുകവലിയും അതിന്റെ ദൂഷ്യഫലങ്ങളും. അപ്പൊ നോക്കിയേ,
ഇവിടെ ബ്രെയിനിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഏതൊക്കെയാണ് നോക്കിയേ. പക്ഷാഘാതം, നിക്കോട്ടിനോടുള്ള വിധേയത്വം, അതുപോലെ നെക്സ്റ്റ് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് അല്ലെ ലങ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്ത്, എംഫിസിമ. ഇമ്പോർട്ടൻ്റ് ആണ്, PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. എംഫിസിമ, അതുപോലെ എക്സിമ എന്താണ്? എക്സിമ നമുക്ക് സ്കിന്നിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസാണ്. എംഫിസിമ ആണെങ്കിൽ ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. ഇനി ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശ ക്യാൻസർ, ഇതൊക്കെ ലങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. പുകവലിയുടെ ദൂഷ്യഫലങ്ങളായിട്ട് ലെൻസിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇനി അടുത്തത് ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ നമുക്ക് പഠിക്കേണ്ടത്. അതായത് ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ, ഇതൊക്കെ ഹൃദയത്തിന് വരുന്ന തകരാറുകളാണ്. എപ്പോ? പുകവലിയ അനന്തരം നമുക്ക് വരുന്ന അസുഖങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ എംഫിസിമയും ബ്രോങ്കൈറ്റിസും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി അടുത്ത രീതിയിലേക്ക് വരുമ്പോൾ ജന്തു രോഗങ്ങളിലും ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആന്ത്രാക്സ് അല്ലെങ്കിൽ അകിട് വീക്കം ബാക്ടീരിയ കാരണം ജന്തുക്കളിൽ വരുന്ന, പശുക്കളിലും എരുമ അങ്ങനെ പശുവർഗത്തിൽ ഉള്ള അതിനൊക്കെ വരുന്നതാണ് ആന്ത്രാക്സ്, അകിട് വീക്കം എന്നിവയൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. ഇനി കുളമ്പ് രോഗം വരുന്നത് വൈറസിന്റെ ഇൻഫെക്ഷൻ കാരണമാണ്. കുളമ്പിലാണെങ്കിൽ വൈറസ് ആണ്. ആന്ത്രാക്സ്, അകിട് വീക്കം പോലെയുള്ളത് ബാക്ടീരിയ എന്ന രോഗകാരി കാരണമാണ് കേട്ടോ. ഓക്കെ അല്ലേ. ഇനി അടുത്തത് സസ്യരോഗങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണിത്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാക്ടീരിയ കാരണം വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ കാരണം നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം ബാക്ടീരിയ കാരണമാണ്. അതുപോലെ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗവും ബാക്ടീരിയ കാരണമാണ്. ഇനി വൈറസ് കാരണം എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്? പയറ്, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം വൈറസ് രോഗമാണ്. വാഴയിലെ കുറുനാമ്പ് രോഗം വൈറസ് കാരണമാണ്. ഇനി ഫംഗസ് കുരുമുളകിന്റെ ദ്രുതവാട്ടം, തെങ്ങിന്റെ കൂമ്പ് ചീയൽ, അതുപോലെ കുരുമുളകിന്റെ ദ്രുതവാട്ടം, ഇതൊക്കെ എന്താണ്? ഫംഗസ് രോഗങ്ങളാണ്. ഇനി വൈറസ് കാരണമാണെങ്കിൽ എന്താണ്? വൈറസ് കാരണമാണ് മൊസൈക്ക് രോഗം. പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം. അതുപോലെ ബാക്ടീരിയ രോഗങ്ങളാണ് ഇതൊക്കെ. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ലെസണാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഓൾഡ് SCERT ആവുമ്പോൾ ഒരുപാട് പേര് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതായിരിക്കും. എങ്കിലും നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കാണുക, സ്പീഡ് കൂട്ടിയിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല റിവിഷൻ ആയിരിക്കും. ഇനി നമുക്ക് ഒരു ലെസണും കൂടിയാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. അത് ന്യൂ SCERTയിൽ നിന്നാണ്. തൊട്ടടുത്ത ദിവസം ആ ഒരു ലെസണായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഇല്ലേ, അവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മുടെ ടെലഗ്രാം ചാനലിനെ കുറിച്ച് അറിയാമോ? അതിൻ്റെ ലിങ്കും ഫസ്റ്റ് കമൻ്റായിട്ട് കിടക്കുന്നുണ്ട്. അവിടെ നമ്മൾ വീക്ക്ലി റിവിഷൻ പ്ലാനുകൾ കൊടുക്കുന്നുണ്ട്. ആ റിവിഷൻ പ്ലാൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ അവസരങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠനം കൂടുതൽ ഉഷാറോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക്